ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. കൂടെ നിന്നോണ്ട് മനോഹരനെയും വീട്ടുകാരെയും ചതിക്കായിരുന്നു നമ്മളെ വരുത്തി തീർക്കണം. മറ്റുള്ളവരുടെ മുൻപില് പരസ്പരം ശത്രുക്കളെ പോലെ ദേവികയും ശരത്തും പെരുമാറിയത് ആ വീട്ടിലുള്ളവരുടെ കണ്ണില് പൊടിയിടാനുള്ള തന്ത്രമായിരുന്നു സ്ഥാപിക്കണം. അതോടെ മനോഹരൻ തന്നെ കൈ നീട്ടി അവളുടെ കരണത്തടിക്കണം. അത് വേണം. നീ ആലോചിച്ച് വേണ്ടത് ചെയ്യോ. ഓക്കെ അച്ഛാ. നീ തീർന്നടി ദേവികെ, നീ തീർന്നു. ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ. നീ എന്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ. നീ എന്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എന്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ. അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എന്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ. നീ എന്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. ചേച്ചി, ചേച്ചി കരയാതെ, ഇങ്ങനെ സങ്കടപ്പെടല്ലേ. എന്നോട് നെഞ്ചു വലിക്കത്. എനിക്ക് സങ്കടമൊന്നുമില്ല അമൃതം. അറുപത്തേക്ക് താഴേക്ക് തല നീട്ടുന്ന പേലിമൃഗത്തിന്റെ മനസ്സാ എനിക്കിപ്പോ. എന്തിനൊരവസാനം വേണമല്ലോ. എന്നാലും അന്ന് നായ ശരത്ത്. അയ്യോ മാഡം വന്നാച്ച്. ചേച്ചി ഞാനിപ്പോ വരാം. മാഡം വരൂ. ഇനി എനിക്ക് നിങ്ങളുടെ മരുന്നും മന്ത്രമൊന്നും വേണ്ട ഡോക്ടറെ. എന്റെ എല്ലാ പ്രശ്നവും ഇന്നുകൊണ്ട് പൂർണ്ണമായി മാറും. മാറട്ടെ. എന്തായാലും ഇത്തരം ഒരു ലക്ഷ്യം പ്രഭാ മാഡത്തിന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പ്രഭയുടെ മനസ്സിന്റെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൊടും പകയാണ്. പക മാത്രം. എന്താടി
അവള് റെഡിയായോ? ആയി മാഡം. പാവം, അനുസരിക്കല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? ശരത്തണ്ണ ഓൺ ദ വേയില. തലപ്പാവിനെന്ത് തിളക്കം, എന്റെ തലപ്പാവിനെന്ത് തിളക്കം, തലപ്പാവിനെന്ത് തിളക്കം, എന്റെ തലപ്പാവിനെന്ത് തിളക്കം. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോടി. മുഹൂർത്തം തെറ്റിക്കണ്ട. ശരത്ത് മാരിയമ്മൻ കോവിലിൽ കാണും. അവിടെ വെച്ച് അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും. അത് കഴിഞ്ഞാ നിന്റെ കഴുത്തിൽ ഇപ്പം കിടക്കുന്ന ഈ താലിയില്ലേ, നിന്റെ സുതി കെട്ടിയ താലി, ഇത് നിന്റെ കൈകൊണ്ട് തന്നെ പൊട്ടിച്ച് കോവിലിന്റെ പുറകെയുള്ള പുഴയിൽ എറിഞ്ഞേക്കണം. അമുദം, വാടി, ഇങ്ങോട്ട് വാടി. എനിക്കൊരു കാര്യത്തിലെ സങ്കടമുള്ളൂടി. നിന്നെ കൈപിടിച്ച് തരാൻ ആരുമില്ലാതെ പോയല്ലോ. അപ്പനുമില്ല, ആങ്ങളമാരുമില്ല. എന്താടി? കൈ പിടിച്ചരാൻ ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? ആള് വന്നിട്ടുണ്ട്. ദേ നോക്ക്.